ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡിന്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് പൈനാപ്പിൾ ആണ്. ഇത്രയും പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നിലക്കടലയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുളപ്പിച്ച ചെറുപയറാണ്. ചെറുപയറൊക്കെ മുളപ്പിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്നാലും ഒന്നുകൂടെ പറയാട്ടോ. രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ വെള്ളത്തിൽ നിന്നും കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈകിട്ടാവുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് തന്നെ മുളച്ച് കിട്ടും. ഒരു ദിവസം കൂടെ പുറത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മുളച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് തുണിയിൽ വെക്കുകയൊന്നും വേണ്ട, വെറുതെ പാത്രത്തിൽ ഇട്ടാൽ തന്നെ നമുക്ക് ഇതേപോലെ മുളച്ച് കിട്ടും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതി, ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. നമുക്ക് സാലഡ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിതാ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് സ്റ്റീമറാണ് ഉള്ളതെങ്കിൽ സ്റ്റീമറിൽ ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ നുറുക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളപ്പിച്ച ചെറുപയറാണ്. അപ്പോൾ മുളപ്പിച്ച ചെറുപയറും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു വെച്ചിട്ടുള്ള നിലക്കടലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളപ്പിച്ച ചെറുപയർ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് സമാസമായിട്ടാണ് ഈ സാലഡ് തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഓരോരുത്തർക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പച്ചക്കറികളുടെയും ആ നിലക്കടലയുടെയും ആ ക്രഞ്ചിനെസ് ഒന്നും പോവാതെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതാ അതെല്ലാം ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തതെല്ലാം ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്റ്റീം ചെയ്യാതെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ആ പൈനാപ്പിളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ സാലഡിൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. അപ്പോൾ അരമുറി നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു അരഭാഗത്തോളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം തേനാണ്. അപ്പോൾ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ വേണ്ടവർക്ക് ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. രാത്രി ഇത് മാത്രം കഴിച്ചാൽ മതിയാവും നമ്മുടെ വയറ് ഫുള്ളായിരിക്കാനായിട്ട്. ഡിന്നറൊന്നും പ്രത്യേകിച്ച് വേറെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ സാലഡ് മാത്രം മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ തേനൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലീവ് ഓയിൽ ഉള്ളവർ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് ഈ സാലഡിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി സാലഡാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പിന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാലഡാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ എരിവും പുളിയും ഉപ്പും ഒക്കെ കലർന്നിട്ടുള്ള ഒരു പ്രത്യേക തരം ടേസ്റ്റിലുള്ള സാലഡ് നമുക്ക് കഴിക്കാം.
ഇന്നത്തെ ഈ ഹെൽത്തി സാലഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്